പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി എന്നെ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. മറ്റു വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഏതെങ്കിലും കാര്യത്തിന്, ഒരു സൈക്കോളജി ആയിക്കോട്ടെ, മറ്റ് നിയമസഹായം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടതായിക്കോട്ടെ, കേസിൽപ്പെട്ടതായിക്കോട്ടെ, നിരപരാധികളായി അവരെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചതായിക്കോട്ടെ, പോലീസുകാർ കേസിൽപ്പെടുന്ന കേസുകളായിക്കോട്ടെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് സംസാരിക്കുന്നവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോന്നും പ്രത്യേകം പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. അറിയാമല്ലോ, കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ജയിലിൽ ഒരു ദിവസം കഴിയേണ്ടി വന്നു. ഏതാണ്ട് 24 മണിക്കൂർ തികച്ച് കഴിയേണ്ടി വന്നു. അതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ചില നിയമപരമായ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആ സമയത്ത് 24 മണിക്കൂർ നേരം ജയിലിൽ കഴിഞ്ഞ സമയത്ത് ധാരാളം പേരെ എനിക്ക് അവിടെ പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതുപോലെ കള്ളക്കേസിൽപ്പെട്ട് അവിടെ എത്തപ്പെട്ടവരുണ്ട്, MDMA കേസിൽ പെട്ട ചിലർ അവരുടെ കൂടെ സഞ്ചരിച്ചു എന്നൊരു കാരണം കൊണ്ട് അറിയാതെ സഞ്ചരിച്ചവർ ചിലരൊക്കെ കൂട്ടുപ്രതികളായി അവിടെ പെട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ പെറ്റി കേസിലൊക്കെ പെട്ട് റിമാൻഡിൽ വന്നവരുണ്ട്. ഞാൻ റിമാൻഡ് പ്രതിയായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ പലരെയും പരിചയപ്പെടാൻ സാധിച്ചു. ഒരു ദിവസമേ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ദിവസം വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പുറത്ത് തന്നെ ആയിരുന്നത് കൊണ്ടാണ് അത്രയും ആൾക്കാരെ കണ്ട് പരിചയപ്പെടാൻ സാധിച്ചത്. പലരും എന്നെ അറിയുന്നവരാണ്, യൂട്യൂബർ എന്ന നിലയിൽ എന്നെ അറിയുന്നവരാണ്. അത് ഉദ്യോഗസ്ഥരും മറ്റു പലരും എന്നെ അറിയുന്നവരുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരിഗണനയൊന്നും ഒരു പ്രതിയായി ചെല്ലുന്ന ഒരാൾക്ക് ഉണ്ടാകില്ല, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിലും മറ്റു പല കാര്യങ്ങളും സംസാരിക്കാനും മറ്റും ഇടയായതുകൊണ്ട് ചിലരുടെ ചില പ്രശ്നങ്ങൾ എനിക്ക് ഇടപെടണമെന്ന് തോന്നി. സത്യസന്ധതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചിലരൊക്കെ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി. അതിൽ ചിലരൊക്കെ ഞാനുമായി സംസാരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാമെന്ന് ഞാനൊരു നേർച്ചയും നേർന്നിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട. നിയമപരമായി ആരും സഹായിക്കാനില്ല. നിങ്ങൾ നിരപരാധിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ സഹായത്തിന് ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ നമ്മളെ പൊട്ടനാക്കരുത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ആൾക്കാരാണ്. എന്നോട് കുറേ കള്ളം പറഞ്ഞിട്ട് അതാണ് സത്യമെന്ന് കരുതി ഞാൻ വീഡിയോ ചെയ്ത് ആ വീഡിയോയിലൂടെ നിങ്ങളെ വെള്ളപൂശുമെന്നൊരു കാരണവശാലും നിങ്ങൾ കരുതരുത്. ഞാൻ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതിന് നേരെ വിപരീതമാണ് കിട്ടുന്നുണ്ടെങ്കിൽ വിപരീത വീഡിയോ ആയിരിക്കും ഒരുപക്ഷെ ചെയ്യുക. നിങ്ങൾ എന്നെ സമീപിച്ചതിന് നേരെ എതിര് ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾ എന്നിൽ നിന്ന് കിട്ടുക. ഒരു കേസ് എന്നെ വിളിച്ചിരുന്നു. ആ കേസിൽ എനിക്ക് ഒത്തിരിയധികം സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ അദ്ദേഹത്തോട് ഞാൻ നിരന്തരം ചോദിച്ചു. അദ്ദേഹം പറയാൻ തയ്യാറായില്ല. എൻ്റെ ഒരു പോളിസി ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത് എന്നാണ്. അപ്പോൾ എൻ്റെ സഹായം തേടി വിളിക്കുന്ന ആൾ കൃത്യമായി നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ബാധ്യസ്ഥനാണ്. ആ ഉത്തരം തരാൻ സൗകര്യമില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് അതേപടി ഞാനങ്ങ് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞെങ്കിൽ വേറെ ആളെ നോക്കാനാണ് ഞാൻ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അതാണ് എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്. ആരെന്നെ വിളിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ പ്രതിസ്ഥാനത്താണെങ്കിലും വാദിസ്ഥാനത്താണെങ്കിലും, എനിക്ക് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. അത് ചോദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾ എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വിജിലൻസ് കേസിൽ പിടിച്ചതാണ്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി കേസിൽ പിടിച്ചതാണ്. ആ കൈക്കൂലി കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൈ വെള്ളത്തിൽ മുക്കുമോ ഇല്ലയോ എന്നുള്ളത്. അല്ലേ? അവർ വെള്ളത്തിൽ മുക്കും, ചുമന്ന കളർ വരും. നോട്ട് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കളറ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ശേഖരിക്കും. അത് കൈക്കൂലിക്കാരനാണോ നിർബന്ധിച്ച് പിടിപ്പിച്ചതാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ അതൊരു തെളിവാണ്. അത്തരത്തിലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂട്ട് മാറ്റി വിടുന്നുണ്ട്. നിരന്തരം അത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഇന്നും എന്നെ കോൾ ചെയ്തപ്പോൾ, നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയണം. അത് മറ്റൊരാളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. അതാണ് എൻ്റെ ശീലം. തുറന്നു പറഞ്ഞു. ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് അത് അതേപടി വീഡിയോ ചെയ്യാനാണെങ്കിൽ അതിന് വേറെ ആളെ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കാം. അത് ആരായിരുന്നാലും. അതാണ് എൻ്റെ പോളിസി. പിന്നെ പോലീസുകാരുടെ കാര്യം. പോലീസുകാർ ധാരാളം പേർ അവർ കള്ളക്കേസിൽ പെടുമ്പോൾ, അതായത് പോലീസുകാർ കള്ളക്കേസിൽ പെടുമ്പോൾ അവർക്ക് പോലീസുകാരും പിന്നെ സഹായിക്കില്ല. യൂണിഫോമുള്ള അവരെ ഒറ്റപ്പെടുത്തിയാണ് പിന്നെ വെക്കുക. ഒരാളൊരു സഹായം കിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു.
അവർ നമ്മുടെ നാട്ടിൽ ഒരിക്കലും അറിയാലോ, ഒരു ദിവസം 24 മണിക്കൂർ പോലീസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും, അതും നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസ് ഇനി പ്രതിസ്ഥാനത്ത് വരുന്ന സന്ദർഭത്തിൽ ഒരു കാരണവശാലും അവരെ സഹായിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അത്തരത്തിലൊരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എന്നെ വിളിക്കേണ്ട എന്ന് പറയുന്നത്, ഞാൻ 24 മണിക്കൂർ നേരം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ കസ്റ്റഡിയിലെടുത്ത സമയം മുതൽ ആക്കുന്ന ആ സമയം വരെ എന്നോട് എങ്ങനെയാണ് പെരുമാറിയത്, എൻ്റെ റൈറ്റ്സ് ഏത് രീതിയിലാണ് എനിക്ക് തന്നത് എന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ അവരുടെ ഇടപെടലുകളും എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കസ്റ്റഡിയിലാണെങ്കിലും ഞാനൊരു പഠനം നടത്തുകയായിരുന്നു. ഞാൻ ഒരു ദിവസം ജയിലിലായിരുന്നെങ്കിലും ഞാൻ അതും ഒരു പഠനമായി തന്നെയാണ് കണ്ടത്. എൻ്റെ തെറ്റും എൻ്റെ ശരി അവിടെ നിൽക്കട്ടെ, അത് ഞാൻ തെറ്റ് ചെയ്തായിട്ട് തെളിഞ്ഞു കഴിഞ്ഞ് ഞാൻ ശിക്ഷ വാങ്ങിക്കോളാം, അത് വേറെ വിഷയമാണ്. പക്ഷേ ഈ ഒരു പഠനത്തിൽ എനിക്ക് ഒരുപാട് മുൻധാരണകൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന പല ധാരണകളും തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾ വാങ്ങുന്നു എന്ന് തന്നെ കരുതിയാൽ മതി. 2 പേർ എന്നെ വിളിച്ചിട്ട് എനിക്ക് നോ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാര്യം നിങ്ങൾ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം ഏത് കേസിൽ, ആ കേസിൽ. പക്ഷേ മറ്റു പല കേസിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതി ചേർക്കപ്പെട്ട സാധാരണക്കാരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ചെയ്തിട്ടുള്ള നീതി നിഷേധത്തിന് അവർക്കൊരു റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് നിങ്ങൾ നിഷേധിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കൂലിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി മുതൽ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് അത്തരക്കാർ വിളിക്കേണ്ടതില്ല. പിന്നെ സഹായിക്കാൻ വിളിക്കുന്നവർ, വീഡിയോ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ചിലരൊക്കെ എന്നെ വിളിക്കുന്നവർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തരണം. എനിക്ക് തൃപ്തിയുള്ള മറുപടി എനിക്ക് കിട്ടണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വീഡിയോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ കള്ളക്കേസിൽ പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്തെങ്കിലും സഹായം ചോദിച്ച് എന്നെ വിളിക്കുന്നവർ, സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. എന്നെ ഇട്ട് വട്ടം ചുറ്റിച്ചിട്ട് ഞാൻ പറയാം, ഞാൻ കാണാം, ഞാൻ നോക്കാം, അതൊക്കെ ഞാൻ പറയാം എന്നൊക്കെ പറയുകയാണെങ്കിൽ പോടാ പുല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.